Hi friends, welcome back to my channel Apt and Worthy Lifestyle. ഇന്നത്തെ വീഡിയോ ഒരു ഡെക്കറേറ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു എക്സൈറ്റഡ് വീഡിയോ ആണ്. ആക്ച്വലി ഞങ്ങൾ എൻ്റെ ഷൂട്ട് ചെയ്യാൻ പോയത് ഔട്ട്സൈഡിലാണ്. എൻ്റെ ഒരു സിസ്റ്റർ ഇൻ ലോയുടെ ഹസ്ബൻഡും കൂടെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ബാമ്പു, അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബാമ്പു കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ബാമ്പു എല്ലാം മുറിക്കാനായിട്ട് അച്ചായനും കൂടെ കടന്നു വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം അപ്പം അച്ചായൻ ഹെൽപ്പ് ചെയ്യുവാണ്, ഏറ്റവും നല്ലത് നോക്കി കട്ട് ചെയ്ത്. അപ്പം പപ്പയും അച്ചായനും കൂടെയാണ് ഇതിന്. ജ്യൂസ് അച്ചായന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുക ഇതൊക്കെ കണ്ടിച്ച് തരാൻ. അപ്പം അവൻ കട്ട് ചെയ്ത് തരാമെന്ന്, ഞാൻ തന്നെ അതെല്ലാം കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ആദ്യം തന്നെ നല്ലൊരു ബാമ്പ് നോക്കി അത് കട്ട് ചെയ്തെടുത്ത്, അച്ചായനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം എടുത്ത് ഞങ്ങൾ പിന്നെ അതെല്ലാം പിന്നെ ഞങ്ങൾ കാറിലെല്ലാം എടുത്ത് വെച്ചു. ആസ് എ ഫാമിലി നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ടുഗദറാണ്. പിന്നെ പപ്പ പറഞ്ഞു ഓക്കെ, പപ്പ തന്നെ അത് കട്ട് ചെയ്ത് എൻ്റെ ഇതെല്ലാം എടുത്ത് അവിടെ ഞങ്ങൾ ഈ സൈഡാണ് ഞങ്ങളത് ഏരിയ, ഞങ്ങളത് ക്ലീൻ ചെയ്ത് അവിടെയാണ് ഇത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മമ്മിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിലാണ് ഞങ്ങൾ വീടിൻ്റെ സൈഡിൽ ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തേരെ. അവിടെ ഇച്ചിരി മണൽ ഞങ്ങൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്പെഷ്യലി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വർക്കൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞും കൂടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാം വർക്കിന് കുഞ്ഞ് എൻ്റെ കൂടെയുണ്ട്, ഒന്നും അവൾ വിടത്തില്ല. ഒരു കൊച്ചു കാര്യമാണെങ്കിൽ അവളതെല്ലാം ചെയ്യും. അപ്പോൾ ഷീ ഈസ് വെരി എൻജോയിങ്. നമ്മളതൊക്കെ ചെയ്യാൻ ഭയങ്കര അവർക്ക് താല്പര്യമാണ്, എല്ലാം കാര്യങ്ങളും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഏത് കാര്യം നമ്മൾ ചെയ്താലും. ഇനി എൻ്റെ മെഷർമെൻറ്റ് എടുക്കണം എത്ര വേണ്ടി നിന്ന്. അപ്പോൾ ഓരോരോ ബാമ്പ് അവിടെ കട്ട് ചെയ്തിട്ടത് അതെല്ലാം കൊണ്ട് കുഞ്ഞവിടെ കളക്ട് ചെയ്തിടുക. ആക്ച്വലി ഇതൊരു ഇൻസ്പയർ ആയത് എനിക്ക്, ഒരു ഔട്ട്റീച്ചിന് ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ മണിപ്പൂരിൽ പോയായിരുന്നു. ആ സമയത്ത് എനിക്കിത് ഒത്തിരി ഒരു ഇൻസ്പയർ ആയത്. ബാമ്പും കൊണ്ട് അവർ പല രീതിയിലുള്ള ഹെഡ്ജ് ഉണ്ടാക്കി വെക്കുന്നത്, വെയിൽ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അപ്പോൾ ഇത് ഞാനോർത്ത് ലോക്ക്ഡൗൺ പിന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ജ് ഇങ്ങനെ ഉണ്ടാക്കിയത് കാണാനും ഭംഗിയാണ്. ഇപ്പം ക്രിസ്മസും, സോ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തും വെക്കാം ആൻഡ് കാണാനും ഭംഗിയായിട്ടിരിക്കും. അപ്പം ആക്ച്വലി കുഞ്ഞിനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഒരു സ്റ്റഡി ആയിട്ട് കിട്ടും. സെക്കൻഡ് ഡേ ഞങ്ങൾ പെയിൻ്റ് അടിക്കാനാണ് നോക്കിയത്. സോ ആദ്യം തന്നെ ബ്രഷ് എടുത്ത് അവിടെ വർക്ക് അവളങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞ് ചെയ്യണ്ട, ഇനി പെയിൻ്റ് അടിക്കാൻ ഡ്രസ്സിലെല്ലാം ആകും, കുഞ്ഞിൻ്റെ കയ്യിലെല്ലാം പെയിൻ്റ് ആകുമെന്ന് പറഞ്ഞപ്പം സൈഡിൽ മാറി നിൽക്കുവാണ്, വിഷമിച്ച് നിൽക്കുക. അടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവളെ വിഷമിച്ച് നിൽക്കുകയുള്ളു. ആക്ച്വലി ഊഞ്ഞാൽ ഞങ്ങൾ മേടിച്ചിട്ട് ഇപ്പം 2004 ഞങ്ങളിത് മേടിച്ചത്. പപ്പ ട്രാൻസ്ഫറായി ചണ്ഡീഗഡിൽ എത്തുമ്പോഴാണ് ഞങ്ങൾ ഈ ഊഞ്ഞാൽ മേടിക്കുന്നത് തന്നെ. ആക്ച്വലി ഇത് കസ്റ്റമൈസ് ചെയ്ത് ഇത് പണിയിപ്പിച്ചതാണ്. ഇത് മൊത്തം നട്ട്സും എല്ലാം ഇത് ഊരി സെപ്പറേറ്റ് ആക്കി എടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് മേടിച്ചിട്ട് 16 ഇയേഴ്സ് കംപ്ലീറ്റ് ആയത്. ഇത് ചണ്ഡീഗഡ്, പട്ടിയാല, ഹരിയാന
ഒക്കെ പപ്പ ട്രാൻസ്ഫർ ആയി പോയപ്പോൾ എല്ലാം ഇത് കൊണ്ടുവന്നു. ഇപ്പോൾ ഫൈനൽ ഇത് കേരളത്തിലിത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ആയി പോകുന്നിടത്തെല്ലാം ഞങ്ങളിതും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാനും ക്യാരി ചെയ്യാൻ ഈസി ആകുന്നതുകൊണ്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്തെടുക്കുക. എല്ലാം സ്ക്രൂലായത് എല്ലാം എൻ്റെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തീം കൊടുത്തൊരു വൈറ്റും ഗോൾഡിൻ്റെ ഒരു തീമാണ് കൊടുത്തത്. ആക്ച്വലി നേരത്തെ ഇതിൻ്റെ അകത്തൊരു സിൽവർ പെയിൻ്റ് ആയിരുന്നു അടിച്ചിട്ടത്. ഒന്നൊരു ഹെവി റെയിൻ ആയി കാരണം ഞങ്ങളിത് ചെയ്ത് വന്നത് തന്നെ ഒരു 2 വീക്സ് എടുത്തു ഞങ്ങൾ. ഈവനിങ്ങിലൊക്കെ നമുക്കിവിടെ ഇരിക്കാം. നൈറ്റിലൊരു പാർട്ടി ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഒരു ഗെറ്റ് ടുഗെദർ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇനി പുതിയ പുതിയ ഡെക്കോർ വീഡിയോ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. So, thank you for watching.